നല്ല രുചിയോടുകൂടി ചെയ്തെടുക്കുന്ന ഒരു താറാമുട്ട തോരൻ്റെ റെസിപ്പിയാണ് ഇത്. താറാമുട്ടയിൽ മാത്രമല്ല, കോഴിമുട്ടയോ കാടമുട്ടയോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതുതരം മുട്ടയായാലും അതിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടത്തോരൻ്റെ റെസിപ്പിയാണിത്. വെറുതെ ഇങ്ങനെ വാരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ എന്തിൻ്റെ കൂടെയും മാച്ചായിട്ട് പോകുന്ന നല്ലൊരു മുട്ടത്തോരനാണിത്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 താറാമുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയുടെ അളവാണ് പറയുന്നത്. ഇപ്പോൾ കാടമുട്ട എടുക്കുന്നെങ്കിൽ 3 മുട്ട പൊട്ടിച്ചാൽ എത്രയും വരുന്നോ അത്രയും എണ്ണം എടുക്കുക. ഇനി മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഇനി മുട്ടയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരല്പം കുരുമുളക് പൊടിയൂടെ ചേർക്കുക. ബാക്കി പിന്നീട് ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് മുട്ടത്തോരന്. പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരല്പം കടുക് ഇട്ടിട്ടുണ്ട്. ഒന്ന് പൊട്ടി വരട്ടെ. കുറച്ച് വറ്റൽമുളക് കൂടെ ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വറ്റൽമുളക് ചേർക്കുക. ഇനി ഈ ഒരളവിൽ പെരുംജീരകം ചേർക്കുക. വലിയ ജീരകം. തീ കുറഞ്ഞ് തന്നെ ഇരിക്കട്ടെ. പെരുംജീരകം ഇട്ട ഉടനെ തന്നെ എണ്ണയിലോട്ടൊന്ന് പൊങ്ങി വരും. കരിഞ്ഞു പോരുത്, അത്രയും മാത്രം മതി. ഉടനെ തന്നെ സവാള ചേർക്കുക. പൊടിയായിട്ടരിഞ്ഞ് 2 സവാള. ഇനി സവാളയൊന്ന് വഴന്നു വരണം. സവാള ഒന്ന് പകുതി വഴന്നതിന് ശേഷം അടുത്തത് ചേർക്കണം. അതായത് ഒന്ന് വാടി വന്നതിന് ശേഷം. സവാളയ്ക്ക് പകരമായിട്ട് ചെറുള്ളി ചേർക്കാം. ചെറുള്ളിയും സവാളയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചിയാണ്. പൊടിയായിട്ട് അരിഞ്ഞിരിക്കണം. 3 മുട്ടയ്ക്ക് ഈ ഒരളവ് ചേർക്കുക. ഇനി കൂടെ തന്നെ പച്ചമുളക് ചേർക്കണം. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. 2 3 എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി കുറച്ചേറെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കുക. ഇനി ഒരല്പം കൂടി സവാള വഴന്നു വന്നോട്ടെ. ആ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയുടെ പച്ചക്കുത്ത് മാറി പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇതിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കരുത്. വെളുത്തുള്ളി ഒട്ടും വേണ്ട, ഇഞ്ചി മാത്രം മതി. ഇത്രയും മതിയാവും. ഒരുപാട് സവാള ഇട്ട് ബ്രൗൺ ആക്കിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. വളരെ ചെറിയൊരു തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു പഴുത്ത തക്കാളി എടുക്കുക. നിങ്ങളുടെ കൈവശം വലിപ്പമുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഈ 3 മുട്ടയ്ക്ക് പകുതി മതിയാകും. ഇനി തക്കാളി ഒന്ന് വാടിയാൽ മാത്രം മതിയാകും. ചെറുതായിട്ട് അരിഞ്ഞ കാരണം പെട്ടെന്ന് വാടി കിട്ടിക്കോളും. ഒരല്പം ഉപ്പൂടെ ചേർക്കാം. ഈ തക്കാളിയുടെ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് വാടിക്കോളും. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർക്കുക. മുട്ടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 സവാള അരിഞ്ഞെടുക്കുന്നതിൻ്റെ അളവിൽ ചെറുള്ളി മാത്രമായിട്ട് ചേർത്ത് മുട്ടത്തോരൻ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതായിട്ടുണ്ട്. ഇനി ആ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് നിരത്തി ഇട്ടൊന്ന് കൊടുക്കുക. ഇനി ഇതിൽ മുട്ട ഒഴിക്കാം. തീ ഒരല്പം കൂട്ടി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയുടെ നനം ഒന്ന് മാറിയിട്ട് വേണം അടുത്ത ഐറ്റംസ് ചേർക്കാനായിട്ട്. നിങ്ങളെടുക്കുന്ന ചീനച്ചട്ടിക്ക് കനം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ തീ ഒരുപാട് കൂട്ടി വയ്ക്കാതെ ഒരല്പം കുറച്ച് വെച്ചിട്ട് വേഗം ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിലെ പച്ചമുളകും ഇഞ്ചിയൊക്കെ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിടാൻ ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന സമയത്ത് പച്ചമുളകോടൊക്കെ ചേർത്ത് വേണം കഴിക്കാൻ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം 2ആയിട്ടൊക്കെ കീറി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എല്ലാം പെറുക്കി മാറ്റി സൈഡിലോട്ട് വയ്ക്കും. അങ്ങനെ വെക്കരുത്. ഇനി ഇത് ഒരുപാട് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നനം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റംസ് ചേർക്കാം.
ഇനി ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കാം. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി തീ നല്ലവണ്ണം കുറച്ച് വെച്ചാൽ മതിയാകും. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. ഈ ഓവറായിട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയിട്ട് തേങ്ങ ചേർക്കുവാണെങ്കിൽ തേങ്ങ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇതാകുമ്പോൾ മുട്ടയോടൊന്ന് ചേർന്ന് കിടക്കും, ഒട്ടിക്കിടക്കും. ഇത്രയും മതി. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതേ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ വീണ്ടും ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഇത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കണം. വെറുതെ ഇങ്ങനെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. 2 ബ്രെഡിനിടയിൽ സ്റ്റഫാക്കി കഴിക്കാനും ചപ്പാത്തിയിൽ റോളാക്കി കഴിക്കാനും അല്ലാതെയും പൂരിയിൽ വെച്ച് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും, അതായത് ടിക്കാക്കിയിടാനും മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.